ഹായ്, ഞാൻ സാലിം കേരളായിയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നു മുതൽ നമ്മളൊരു പുതിയ സ്റ്റോറി തുടങ്ങുകയാണ്. ആസിയ പൊന്നൂസ് എഴുതിയ പ്രണയ സാഫല്യം. എല്ലാവരും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം. നിങ്ങളുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും ഈ സ്റ്റോറി തുടങ്ങുന്നത്. സ്നേഹപൂർവ്വം സാലിം കേരളായി. പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. നഗ്നമായ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ചുകൊണ്ട് അവൾ അവന് മുന്നിൽ അപേക്ഷിച്ചു. നിന്നെ ഒന്നും ചെയ്യാതിരിക്കാനല്ല, നിന്റെ തന്തക്ക് ഞാൻ കാശുവാരി എറിഞ്ഞു കൊടുത്തത്. കെരടി പോന്ന നായിന്റെ മോളെ. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചീറി. മീരവേദനയോട് അലറാൻ നിന്നതും അവനവളുടെ വായ പൊത്തി ബെഡിൽ മലർത്തിയടിച്ചുകൊണ്ട് അവൾ മാനം മറച്ചിരുന്ന പുതപ്പ് വലിച്ചെടുത്ത് അവൻ വീശിയെറിഞ്ഞു. ഞെട്ടിലോടെ കൈകൾ കൊണ്ട് അവൾ മാറുമറച്ച് കാലുകൾ അടുപ്പിച്ചു വെച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊന്നും വകവെക്കാതെ അവൻ അവളുടെ കാലുകൾ വലിച്ചകത്തി. കൈകൾ ബലമായി പിടിച്ചു വെച്ചു. അവളിലേക്ക് ബലമായി ആഴ്ന്നിറങ്ങി. വേദന പകർന്നുകൊണ്ട് എന്തോന്നുള്ളിലേക്ക് വരുന്നത് അറിഞ്ഞ് അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. വേദന കൊണ്ട് അവൾ നിലവിളിച്ചു പോയി. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ ലക്ഷ്യം കാണാനുള്ള വ്യാകൃതിയായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവൾ കുതറിയതും അവനിൽ ദേഷ്യം നിറഞ്ഞു. അവളെ പിടിച്ചുയർത്തിക്കൊണ്ട് കരണം പുകച്ചൊന്ന് കൊടുത്തു. ആ അടിയിൽ അവൾ ബെഡിലേക്ക് വീണുപോയി. അവൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും അവൻ കൂടുതൽ ബലം പ്രയോഗിച്ചു കൊണ്ടേയിരുന്നു. മീരയ്ക്ക് എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അസഹനീയമായ വേദന തോന്നി അവൾക്ക്. മനസ്സും ശരീരവും തളർന്നു പോകുന്നു. വിവാഹം കഴിഞ്ഞ രാത്രി തന്നെ ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. വിവാഹത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടന്ന ചതി തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തകർന്നിരുന്നു. അച്ഛനായി കണ്ട് സ്നേഹിച്ച വിശ്വസിച്ച ആ മനുഷ്യൻ തന്നെ ക്രൂരമായി വിറ്റിരിക്കുന്നു. അതും വലിയൊരു തുക പ്രതിഫലം വാങ്ങി. ഒക്കെ കേട്ടപ്പോൾ സമനില തെറ്റുമ്പോൾ തോന്നി അവൾക്ക്. അവൻ്റെ ശരീരത്തിനടിയിൽ അവൻ്റെ പീഡകൾ ഏറ്റുവാങ്ങി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചു പോയി. ഒടുവിൽ അവൻ്റെ വികാരം അടങ്ങിയപ്പോൾ പാതി അവളിൽ നിന്നും വിട്ടുമാറി മലർന്നു കിടന്ന് കിതച്ചു. മീരയുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ മാറിയത് കൊണ്ട് അവൾ വസ്ത്രമെടുക്കാനായി വേഗം എണീറ്റു. അത് കണ്ടവന് കാലി കയറി. ഡേയ്, നിന്നോട് ആരടി ഇപ്പൊ എണീക്കാൻ പറഞ്ഞത്? കിടക്കടി. അവൻ അലറി. മീര ഭയന്ന് പോയി. അവൾ തേങ്ങിക്കൊണ്ട് വീണ്ടും കിടന്നു. അന്നേരം അവൻ എണീറ്റ് അവൾ കിടന്ന വശത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ചുവന്ന നിറത്തിൽ 2 തുള്ളിയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ട് അവൻ ആശ്വസിച്ചു. ഒരു 10 മിനിറ്റ് അനങ്ങാതെ കിടന്നിട്ട് എണീറ്റ് പോ. അവളുടെ ഡ്രസ്സ് എടുത്ത് അവളുടെ മേലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. അവൻ്റെ ആ പോക്ക് കണ്ട് അവൻ നേരത്തെ പറഞ്ഞ വാചകം ഓർത്തു. എനിക്ക് എൻ്റെ ചോരയിൽ പിറന്നൊരു കുഞ്ഞിനെ വേണം. അതിനെ പ്രസവിച്ചു തരാൻ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു യന്ത്രം അതാണ് നീ. എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ പ്രസവിച്ച് തന്നതിന് ശേഷം ബാക്കി എമൗണ്ട് സെറ്റിൽ ചെയ്ത് നിനക്ക് പോകാം. അവൻ്റെ വാക്കുകൾ കാതിൽ വീണ്ടും അലയടിച്ചു കൊണ്ടിരുന്നു. ഇത്ര വലിയൊരു വീട്ടിലേക്ക് തന്നെ അയച്ചതിൻ്റെ കാരണം ഇതാണെന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കി. വിവാഹ മണ്ഡപത്തിൽ ആഹ്ലാദത്തോടെ നടന്ന രണ്ടാനച്ഛനെ അവൾ ഓർത്തു. കണ്ണുനീരിനൊപ്പം ആ കല്യാണ മണ്ഡപവും അവിടുത്തെ രംഗങ്ങളും മനസ്സിലേക്ക് വന്നു. പുറത്തു മഴ അതിശക്തമായി പെയ്യുകയായിരുന്നു. ഇടിയും മിന്നലും അതിശക്തമായി ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. കാലം തെറ്റി വന്ന മഴയിൽ പലരും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. മഴയും ഇടിയും തരണം ചെയ്ത് വീട്ടിലെത്തിപ്പെടണമെന്ന ചിന്തയിൽ പലരും അക്ഷരമരായി താലികെട്ട് കാണാനിരുന്നു. സ്റ്റേജിൽ തന്നെ നിറഞ്ഞ മനസ്സുമായി നിരഞ്ജൻ നിൽക്കുന്നുണ്ട്. തൻ്റെ 2 പെൺമക്കളെയും ഒരേ ദിവസം സുമംഗലികളാക്കാൻ പോകുന്ന എല്ലാ സന്തോഷവും ആ അമ്മയുടെ മുഖത്തുണ്ട്. വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ മക്കളുടെയും അവർക്ക് യോജിച്ച മരുമക്കളുടെയും ഭംഗി നോക്കി അവർ കൈകൊണ്ട് അവർ ഒഴിഞ്ഞു. മൂത്തവൾ മീര, ഇളയവൾ നീള. 2 പേര് സന്തോഷവതികളാണെന്ന വിശ്വാസത്തിൽ ആ അമ്മമ്മനം ആശ്വസിക്കുമ്പോൾ ഇളയവൾ മൂത്തവളുടെ സ്വപ്നങ്ങൾക്ക് മേൽ ആണിയടിച്ച് നിർവൃതിയിലായിരുന്നു. തന്നെ അസൂയയോടെ നോക്കുന്നവരുടെ നോട്ടം ആസ്വദിച്ചുകൊണ്ട് നിളയൊന്നും നെളിഞ്ഞിരുന്നു. വിവാഹത്തിന് മുമ്പ് പ്രാണനായി കണ്ട് പ്രണയിച്ചവൻ്റെ പ്രണയ സമ്മാനമായിരുന്നു മീരാനന്ദ് നിരഞ്ജയുടെ മകൾ. കൊല്ലാൻ പലരും ശ്രമിച്ചെങ്കിലും നിരപരാധിയായ ആ ജീവനെ ഇല്ലാതാക്കാൻ നിരഞ്ജ അനുവദിച്ചില്ല. അവളെ പ്രസവിച്ചു. ഒരുപാട് ചെറുത്ത് നിൽക്കേണ്ടി വന്നിരുന്നു നിരഞ്ജയ്ക്ക്. കുടുംബമഹിമയും നിരഞ്ജയുടെ ജീവിതവും ഒരു ചോദ്യചിഹ്നമായി നിന്നപ്പോൾ മനസ്സിൽ ഒളിപ്പിച്ച പ്രണയവുമായി മുറച്ചെറുക്കൻ നരേന്ദ്രൻ അവൾക്കൊരു ജീവിതം വെച്ച് നീട്ടി. ആദ്യം അത് നിരസിച്ചെങ്കിലും പതിയെ ഒരു കൂട്ടുവേണമെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അന്ന് മീരയ്ക്ക് 4 മാസം പ്രായം മാത്രം. മീരയ്ക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് നിളയുടെ ജനനം. സ്വന്തം മകളല്ലെങ്കിൽ കൂടെ പുറമേ മീരയോട് യാതൊരുവിധ ഇഷ്ടക്കേടും രാജേന്ദ്രൻ കാണിച്ചിട്ടില്ല. മീരയെ മകളായി തന്നെ നോക്കി. 2 മക്കളെയും ഒരു വേർതിരിവും കൂടാതെ തന്നെ നിരഞ്ജയും നരേന്ദ്രനും കൂടി വളർത്തി. നിരഞ്ജക്കൊപ്പം നിന്ന് മണ്ഡപത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അയാൾ അഹങ്കാരത്തോടെ നിളയുടെ അടുത്തായി ഇരിക്കുന്നവനെ നോക്കി. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ജനപ്രിയ ഗായകൻ, സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചവൻ, സ്റ്റേജ് ഷോകളിൽ മറ്റും പാടിത്തുടങ്ങി ഇന്ന് സിനിമാ ഇൻഡസ്ട്രിയിലെ പല ഭാഷകളിൽ ശ്രദ്ധേയനായ ഉപഗായകൻ ശ്രീരാഗ് സുന്ദർ തൻ്റെ മരുമകനാൻ പോകുന്നു. അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. നിലയുടെ കരങ്ങൾ പൊതിഞ്ഞു പിടിച്ച് കള്ളച്ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ട് നരേന്ദ്രൻ മനസ്സ് തുറന്ന് ചിരിച്ചു.
അയാളുടെ നോട്ടം യാന്ത്രികമായി മീരയിലേക്ക് എത്തി നിന്നു. അവളുടെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും അയാളൊന്ന് പതറി. അവളിരിക്കേണ്ട സ്ഥാനമാണ് ഇന്ന് തൻ്റെ മകൾ അലങ്കരിക്കുന്നത്. ആ ഓർമ്മയിൽ അയാളുടെ ശിരസ്സൊന്ന് കുനിഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിവാഹം ഒരു ചതിയാണ്, ശ്രീരാഗിനോട് ചെയ്യുന്ന കൊടും ചതി. അവൻ പ്രണയിച്ചതും മോഹിച്ചതും മീരയാണെന്ന സത്യം അവനിൽ നിന്നും മറച്ചു വെച്ച് മീരയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി നടത്തുന്ന ഒരാൾമാറാട്ടം, അതാണ് ഈ വിവാഹം. ആ ഓർമ്മയിൽ മീര നരേന്ദ്രനിൽ നിന്നും മുഖം വെട്ടിച്ചു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ശ്രീജയുടെ മുഖത്തെ സന്തോഷം അവളെ തളർത്തി. അവൻ നിലക്കൊപ്പം സന്തോഷവാനാണെന്ന് വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. അടുത്തിരിക്കുന്ന ഹരിയെ ഒന്ന് നോക്കാൻ പോലും അവൾ മെനക്കെട്ടില്ല. വർഷങ്ങളോളം നെഞ്ചിലിട്ട് നടന്നവൻ ഇന്ന് അനിയത്തിക്കായി വിട്ടുകൊടുത്ത് ആരെന്ന് പോലും അറിയാത്ത ഒരുവന്റെ താലിക്കായി കാത്തു നിൽക്കുന്ന വിധിയെ ഓർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഒരു വേള അപേക്ഷയുമായി തൻ്റെ മുന്നിൽ വന്നു നിന്ന നരേന്ദ്രനെ അവൾ ഓർത്തുപോയി. മകൾക്ക് വേണ്ടി തൻ്റെ ജീവിതമാണ് അദ്ദേഹം ചോദിച്ചത്. അതോടെ മനസ്സിലാക്കി അദ്ദേഹം നിലക്ക് മാത്രമാണ് അച്ഛനെന്ന്. ഇതാദ്യമായല്ല, അവൾക്ക് വേണ്ടി പലതവണ ഒഴിഞ്ഞു മാറേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മകൾ അല്ലാഞ്ഞിട്ട് കൂടി ഒരു വാക്ക് കൊണ്ടുപോലും നോവിക്കാത്ത നരേന്ദ്രൻ നിസ്സഹായതയ്ക്ക് മുന്നിൽ മാറിക്കൊടുക്കാനേ തനിക്ക് കഴിയാറുള്ളൂ. എന്നാൽ ഇപ്പോൾ ഓർമ്മ വെച്ച കാലം മുതൽ കൂടെ നടന്നവനാണ് ശ്രീ. ആരാരും കൂട്ടിനില്ലാത്ത കുട്ടിക്കാലത്ത് തന്നെ തേടി വന്ന സൗഹൃദം. അവൻ്റെ പാടാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയത് പോലും താനായിരുന്നു. തങ്ങളുടെ വളർച്ചക്കിടയിൽ തന്നിലെ സൗഹൃദം പ്രണയമായി മാറിക്കഴിഞ്ഞിരുന്നു. പറയാനുള്ള ധൈര്യം എനിക്കോ മനസ്സിലാക്കാനുള്ള കഴിവ് അവനോ ഇല്ലാതെ പോയി. അവൻ ആരുമല്ലാതെ തെരുവിലറിഞ്ഞ കാലം മുതൽ അവനെ നിശബ്ദമായി പ്രണയിച്ച് ഈ അജ്ഞാതയെ അവനും പ്രണയിച്ചിരുന്നു. പക്ഷേ ആ പ്രണയം അവൻ കണ്ടെത്തിയത് തെറ്റായിടത്താണെന്ന് മാത്രം. തിരുത്താൻ പലതവണ ശ്രമിച്ചതാണ്. ഒടുവിൽ അതിനുള്ള അവസരം മുന്നിൽ വന്നപ്പോൾ ഒന്നും മിണ്ടാതെ മാറിക്കൊടുക്കേണ്ടി വന്നെനിക്ക്. കടപ്പാടുകൾ ഒരുപാടുണ്ട് അച്ഛനോട്. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അവർക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യാൻ. കാണുന്നവർക്ക് ഞാനൊരു വിഡ്ഢിയാകാം, അല്ലെങ്കിൽ അനിയത്തിക്ക് വേണ്ടി നല്ലൊരു ജീവിതം നശിപ്പിച്ച നന്മമരമായും പലർക്കും തോന്നാം. പക്ഷേ ഞാനിവിടെ തോറ്റുകൊടുത്തെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. എല്ലാത്തിനുമുപരി നിലയും ശ്രീയും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എന്നോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. ഇന്ന് തന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിലുള്ളത് പഴയ സൗഹൃദമല്ല, ഒരുതരം അവജ്ഞതയാണ്. ഒപ്പം നിലയിൽ സ്വയം അർപ്പിച്ച് കഴിഞ്ഞിരുന്നവൻ. പിന്നീട് എനിക്കോ എൻ്റെ പ്രണയത്തിന് അവിടെ എന്ത് പ്രസക്തി? നിശബ്ദയാകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തനിക്ക്. ഓർമ്മയിൽ കണ്ണുകൾ നീറിത്തുടങ്ങി. ഹരിയുടെ താലൊരു നീറ്റിൽ സമ്മാനിച്ച് തൻ്റെ കഴുത്തിൽ വീഴുന്നതിനൊപ്പം നിലയുടെ കഴുത്തിലും വീണു താൻ ഏറെ ആശിച്ച കൈകൊണ്ടൊരു താലി. ഒരു തുള്ളി കണ്ണുനീര് അടർന്നു വീണു. അത് പ്രതീക്ഷിച്ച പോലെ നിളവളൊന്ന് നോക്കി. ചുണ്ടിലെവിടെയോ ഒരു പുച്ഛമുണ്ടായെന്നു പോകും. തൻ്റെ മുന്നിൽ യാചിച്ച് കണ്ണീരും കയ്യുമായി നിന്ന ആ ഭാവം എന്നോ അവളിൽ അന്യമായിരിക്കുന്നു. ഹരിയുടെ കൈകൊണ്ട് ചാത്തിയ സിന്ദൂരത്തിനോടൊരു ആത്മാർത്ഥതയും പുലർത്താനാവാതെ അവളുടെ കണ്ണുകൾ സ്ത്രീയെ തേടിപ്പോയി. നിലയുടെ വിജയഭാവം അവളെ കുറച്ചൊന്നല്ല നോവിച്ചത്. തൻ്റെ സ്ഥാനമാണ് ചതിയിലൂടെ അവൾ നേടിയെടുത്തത്. എല്ലാം തൻ്റെ തെറ്റാണ്. പ്രണയം തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ കരയാനും അവകാശമില്ല. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ആരും കാണാതെ കണ്ണുകൾ തുടച്ചു. ശ്രീനിലയെ സിന്ദൂരം അണിയിക്കുന്നത് കൊതിയോടെ അവൾ നോക്കിയിരുന്നു. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ മുഖം മാറുന്നതും ദേഷ്യം നിറയുന്നതും അവൾക്ക് വ്യക്തമായി. കാരണം എന്തെന്നറിയില്ലെങ്കിലും പിന്നീട് അവിടേക്ക് നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. ഹരിക്കൊപ്പം മരവിച്ച മനസ്സുമായി അഗ്നിയെ വലം വെക്കുമ്പോൾ നിള സർവ്വം നേടിയെടുത്തവളെ പോലെ തല ഉയർത്തി പിടിച്ചു ശ്രീക്കൊപ്പം വലയം വെച്ചു. ഇരുവരും വിവാഹിതരായോടുകൂടി രജിസ്റ്ററുമായി ഒരാൾ ധൃതിയിൽ നടന്നു വന്നു. ശ്രീയും നിലയും ആവേശത്തോടെ തന്നെ ഒപ്പുവെച്ചു. എന്നാൽ ആ ആവേശം ഹരിക്കും മീരക്കും ഉണ്ടായിരുന്നില്ല. ഒരു ചടങ്ങ് പോലെ ഹരി ഒപ്പുവെച്ചതും പേന കയ്യിൽ പിടിച്ച് ഒരിക്കൽ കൂടി ശ്രീയെ തിരിഞ്ഞു നോക്കി. അവരവരുടെ ലോകത്താണെന്ന് കണ്ടവൾ വിറക്കുന്ന കയ്യോടെ മാരേജ് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. ഇതും കൂടി. ഹരി പോക്കറ്റിൽ മടക്കി വെച്ചിരുന്ന പേപ്പർ നിവർത്തി ഒപ്പുവെക്കാനെന്ന മട്ടിൽ മീരയ്ക്ക് നേരെ നീട്ടിയതും അവൻ്റെ അച്ഛൻ അത് വാങ്ങി നോക്കി. ഇതെന്താ ഹരി? ആ പേപ്പർ വായിക്കാൻ ഒരുങ്ങിയയാൾ ചോദിച്ചതും ഹരി ധൃതിയിൽ അത് തിരികെ വാങ്ങിച്ചു. അതൊന്നുമില്ല അച്ഛാ. സംശയം തോന്നി അദ്ദേഹം വീണ്ടും എന്തോ ചോദിക്കാൻ വന്നതും നരേന്ദ്രൻ ഇടയിൽ കയറി. ഇനി ഫോട്ടോ എടുക്കാം, സമയം കളയണ്ട. അതോടെ എല്ലാവരും ഫോട്ടോ എടുക്കാനായി പോയി. നിളയെ നെഞ്ചോട് ചേർത്തും വായിൽ ചുറ്റിപ്പിടിച്ച് ചുംബിച്ചും അങ്ങനെ പല പോസിലും ശ്രീ നിന്നു കൊടുത്തു. അത്യധികം ആവേശത്തോടെ. അത് കാണവേ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഭാരം തോന്നി മീരയ്ക്ക്. അടുത്തൊന്ന് ചിരിക്കുക പോലും ചെയ്യാതെ പോസ്റ്റ് ചെയ്യുന്ന ഹരിയെ കണ്ടപ്പോൾ അവൾക്ക് ബോധം വന്നു. ശ്രീയുടെ നേർക്ക് പായുന്ന കണ്ണുകളെ അവൾ സ്വയം ശാസിച്ചു. അരുതെന്ന് ചട്ടം കെട്ടി. തെറ്റാണെന്ന് ബുദ്ധി ഉപദേശിച്ചു. മനസ്സുകൊണ്ട് പോലും കഴുത്തിലെ താലിയെ കളങ്കപ്പെടുത്തതെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് നിളയെയും ഭർത്താവിനെയും അവൾ മനഃപൂർവ്വം അവഗണിച്ചു. ഹരിയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ മടിച്ചു നിന്നവളെ ക്യാമറാമാൻ അടുത്തേക്ക് നിൽക്കാൻ നിർദ്ദേശിച്ചു. ഇഴുകിച്ചേർന്നുള്ള പല പോസുകൾക്കായി അയാൾ നിർബന്ധിച്ചെങ്കിലും ഒരു നോട്ടം കൊണ്ട് ഹരി അയാളെ അടക്കി നിർത്തി. പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഒപ്പിച്ചെടുത്ത വരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഹരി ചാടി കടിക്കാൻ വരും. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ അവരും ഉത്സാഹിച്ചു. അധിക നേരം നിന്നു കൊടുക്കാൻ ഹരിയും താല്പര്യപ്പെട്ടില്ല.
ഫോട്ടോ സെക്ഷനും ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞ് വധൂവരന്മാരെ യാത്രയാക്കാൻ നേരമായി. നിലക്കരച്ചിൽ എന്ന പേരിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി. അതൊക്കെ ഒരു പ്രഹസനമായ മീരയ്ക്ക് തോന്നിയുള്ളൂ. നിലയെ അണച്ചു പിടിച്ച് യാത്രയാക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അതൊരു തരം നിർവികാരതയോടുകൂടി മീര നോക്കിക്കണ്ടു. ഒടുവിൽ അവളും ചെന്നു അച്ഛനും അമ്മക്കും മുന്നിൽ. കണ്ണുകൾ നീറിയെങ്കിലും അവൾ കരയരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. താനായി നഷ്ടപ്പെടുത്തിയ സന്തോഷങ്ങളാണ്. അതിലാരെയും പഴിചാരിയിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല. മനസ്സിലോർത്തുകൊണ്ട് രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ ഒഴുകാൻ വെമ്പി. അവൾ കടിച്ചു പിടിച്ച് അമ്മയുടെ തോളിൽ മുഖമമർത്തി നിന്നു. ഹരി ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. നിരഞ്ജ അവൾ അർത്തിമാറ്റി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കാര്യം മക്കൾ ഒരുപോലെയാണെങ്കിലും നിരഞ്ജയ്ക്കൊരല്പം കൂടുതൽ ഇഷ്ടം മീരയോടാണ്. അതവൾക്കും അറിയാമായിരുന്നു. ഈ ലോകത്ത് തന്നെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നത് അമ്മയാണെന്ന് മീരക്കറിയാം. അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ടൊന്ന് ചിരിച്ചു. അണച്ചു പിടിച്ചൊന്ന് മുത്തി. ശേഷം വിട്ടുമാറി. നന്നായിട്ട് ജീവിക്കണം. അച്ഛനെയും അമ്മയും ദോഷം പറയിപ്പിക്കരുത്. ഹരിയെ അനുസരിച്ച് നല്ലൊരു ഭാര്യയായി ജീവിക്കണം. ഉപദേശം പോൽ പറഞ്ഞു. അവൾ അയാളെ നോക്കി നിന്നുപോയി. ഇറങ്ങാം. ഹരിയുടെ കാനത്ത സ്വരം കേട്ടതും പിന്നൊരു യാത്ര പറച്ചിലിന് നിൽക്കാതെ അവനോടൊപ്പം അവിടെ നടന്നു. മഴയൊന്ന് തോർന്നിരുന്നു. അന്തരീക്ഷം ആകെ തണുപ്പിച്ചുകൊണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കാറിൽ കയറും മുന്നേ അവസാനമായി അവൾ സ്ത്രീയെ ഒന്ന് നോക്കി. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടോ എന്തോ അന്നേരം തന്നെ അവൻ മുഖം വെട്ടിച്ചിരുന്നു. ഹരിയാണ് ഡ്രൈവ് ചെയ്തത്. കാറ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ബാക്കി എല്ലാവരും നിലയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടും അപ്പോഴും മീരയുടെ നേർക്ക് കണ്ണുകൾ നട്ട് ബിബി പൊട്ടുന്ന അമ്മയെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. കാറകന്ന് തുടങ്ങിയതും അവൾ അമ്മയെ നോക്കി തലയിളക്കി. കാറേറെ ദൂരം പിന്നിട്ടതും മീര കയ്യിൽ കരുതിയ കർച്ചീപ്പെടുത്ത് കണ്ണുകൾ അമർത്തി തുടച്ചു. അവളുടെ കണ്ണുനീർ കാണവേ അവൻ്റെ മുഖത്ത് എവിടെയോ ഒരു പുച്ഛം മിന്നിമാഞ്ഞതുപോലെ. കാറിൽ അവൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേർക്ക് സംസാരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് ഒരു ഇരുനില വീടിന് മുന്നിൽ ഹരി കാറ് കൊണ്ടുപോയി നിർത്തി. ഹരി ഇറങ്ങിപ്പോയതും മീര ഡോറ് തുറന്ന് പിറകെ ഇറങ്ങി. വലിയൊരു വീടാണെങ്കിലും അവിടെ അച്ഛനും മകനും സെർവൻറ്റും അല്ലാതെ മറ്റാരുമില്ലെന്ന് എപ്പോഴോ നരേന്ദ്രൻ പറഞ്ഞത് അവൾ ഓർത്തു. കുറച്ചടുത്തെവിടെയോ ഹരിയുടെ ചെറിയച്ഛനും കുടുംബവും താമസിക്കുന്നുണ്ടെന്നും സംസാരത്തിൽ നിന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നവരൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ മടങ്ങിപ്പോയി. അവൾ അങ്ങനെ ചുറ്റും നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ ആളനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയത്. ഹരിയുടെ ചെറിയച്ഛൻ്റെ മകളാണ് നിഷാന്ന് നിവികയും. ഏട്ടത്തെന്താ ഇവിടെ നിൽക്കുന്നേ? വരൂ. നിവി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വന്നു. അപ്പോഴേക്കും നിവികയുടെ അമ്മ രോഹിണി വിളക്കുമായി സിറ്റൗട്ടിലേക്ക് വന്നു. ഒപ്പം അച്ഛനും ചെറിയച്ഛനും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ചിന്തയിലായിരുന്നവൾ അവരെയൊന്നും മുഖമൊരുത്തി നോക്കിയിരുന്നില്ല. രോഹിണി വിളക്ക് നീട്ടിയത് പോലും മീര അറിഞ്ഞില്ല. വാങ്ങിക്കേട്ടത്തി. നിവി തോളുകൊണ്ട് തട്ടിയപ്പോഴാണ് അവളത് വാങ്ങിയത്. അവനെവിടെ? ഹരി. ഡാ ഹരി. ഹരിയുടെ അച്ഛൻ ദേവരാജൻ അകത്തേക്ക് നോക്കി വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഹരി അവിടെ ഇല്ലെന്ന് മീര അറിഞ്ഞത് പോലുമില്ല. ഏതോ ചിന്തയിൽ അവൾ വിളക്കും കയ്യിലേന്ന് നിവിക്കൊപ്പം അകത്തേക്ക് കയറി. നിവിയുടെ നിർദ്ദേശപ്രകാരം വിളക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവൾക്കൊപ്പം കോണിപ്പടികൾ കയറി. രോഹിണി ഏൽപ്പിച്ച ഡ്രസ്സും വാങ്ങി മീരയും കൂട്ടി നിവി ഹരിയുടെ റൂമിലേക്ക് നടന്നു. മുറിയിൽ ബെഡിലിരുന്ന് ഫോണിൽ നോക്കിയിരിക്കുന്നവനെ മീര കണ്ടു. ആളനക്കം പറഞ്ഞ് അവനും തലയുർത്തി നോക്കി. അവൾ ഫ്രഷ് ആവാൻ വന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ മുറി ഒഴിഞ്ഞു കൊടുത്തു. പിന്നീട് അവളുടെ ആഭരണങ്ങൾ അഴിക്കാനും കുളി കഴിഞ്ഞുള്ള ഒരുക്കത്തിലും നിവി സഹായിച്ചു. എല്ലാവരെയും നിവി പരിചയപ്പെടുത്തി. വീട്ടുകാരൻ നോക്കാനൊരു ചേച്ചിയുണ്ട്. സഹായത്തിന് രാധേച്ചി. ഒരു 40 അടുത്ത് പ്രായം വരും. രാവിലെ വരും. ജോലി തീർത്ത് സന്ധ്യയോടെ തിരികെ പോകും. ഹരിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആകെയുള്ളത് ചെറിയച്ഛനും ജയദേവനും കുടുംബവുമാണ്. അവരും അത്താഴം കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി. രാധേച്ചിയും തിരികെ പോയി. അച്ഛനും മകനും മീരയും മാത്രമായ ആ വീട്ടിൽ ഒറ്റപ്പെടലോ പേടിയോ ഒന്നും അവൾ അറിഞ്ഞില്ല. മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഏതോ ചിന്തയിൽ സ്റ്റെയർ കേസിൽ ഇരിക്കുന്നവളെ കണ്ട് ദേവനടുത്തേക്ക് വന്നു. മോള് മുറിയിലേക്ക് പോക്കോ. ഹരി മുകളിലുണ്ട്. ഞാൻ മരുന്ന് കഴിച്ച് നേരത്തെ കിടക്കും. അതാ ശീലം. വാച്ചിലേക്ക് നോക്കി അയാൾ പറഞ്ഞതും ആർക്കോ വേണ്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റെയർ കയറി. മുറിക്കുള്ളിൽ കിടക്കുന്ന ഹരിയെ കണ്ട് അവളൊന്ന് നിന്നു. താനിപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്ന് പെട്ടെന്ന് അവൾ ഓർത്തെടുത്തു. ഒരു അപരിചിതന്റെ കൂടെ ആദ്യമായി ഒരു മുറിയിൽ തനിച്ച്. അവളുടെ ചിന്തകൾ കാടുകയറി. അവൾ വാതിൽക്കൽ എത്തി നിൽക്കുന്നത് കണ്ട് ഹരി എണീറ്റു. ഡോറടച്ചേക്ക്. അതും പറഞ്ഞവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൻ പറഞ്ഞ പ്രകാരം അവൾ ഡോർ ലോക്ക് ചെയ്തു. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നിരുന്നു. അതുകൊണ്ടൊരു അനുവാദം ചോദിക്കാൻ കാത്തു നിൽക്കാതെ അവൾ ബെഡിലേക്ക് വീണു. ക്ഷീണം കൊണ്ട് വേഗം മയങ്ങുകയും ചെയ്തിരുന്നവൾ. ശരീരത്തിലൊരു ഭാരവും സ്വകാര്യ ഭാഗത്തൊരു വേദനയും അനുഭവപ്പെട്ടവ മീര ഞെട്ടിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നഗ്നനായി നിൽക്കുന്ന ഹരിയെ കണ്ടവൾ ഞെട്ടിപ്പോയി. അവൾ സ്വയം നോക്കിയപ്പോൾ അവളും നഗ്നിയായിരുന്നു. ഞെട്ടലോട് അവനെ തള്ളി മാറ്റിയതും അവന്റെ വലം കൈ അവളുടെ കാപ്പിളിൽ മുറുകി. അടങ്ങിക്കിടക്കടി പുന്നാര മോളെ.